മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നും 28-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപമെന്നാൽ ഭൗതിക ശരീരത്തിൻ്റെ സാദൃശ്യമല്ല. യോഹന്നാൻ 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിന് മനുഷ്യനുമായുള്ള സാദൃശ്യം ആത്മീയ തലത്തിൽ ആണ് എന്നതാണ്. ഇമേജ് ഓഫ് ഗോഡ് എന്നത് വളരെ ഗഹനമായ ഒരു ദൈവശാസ്ത്ര ചിന്താ വിഷയമാണ്. വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ ആശയത്തിന് പല വിശദീകരണങ്ങളും നൽകുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ദൈവസ്വരൂപം നിലനിർത്തുവാൻ മനുഷ്യന് ഒരു ഭൗതിക ശരീരം ആവശ്യമില്ല എന്നതാണ്. ദൈവത്തിൻ്റെ സ്വരൂപമാണ് മറ്റ് മൃഗങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ക്രമരഹിതമായിരുന്ന പ്രപഞ്ചത്തെ ദൈവം കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ക്രമമുള്ളതും ഉപയോഗ്യവും ആക്കി തീർക്കുന്നത്. ക്രിയേറ്റീവ് പവർ അഥവാ സൃഷ്ടിക്കാനുള്ള കഴിവ് നാം ദൈവത്തിൽ ദർശിക്കുന്നു. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളിലൊന്നാണ് ക്രിയേറ്റീവ് പവർ. വ്യത്യസ്തമായ ഭാവനകൾ നെയ്യാനും അതിനനുസരിച്ച് വസ്തുതകൾ യാഥാർത്ഥ്യമാക്കുവാനും മനുഷ്യന് സാധ്യമാകുന്നു. ഭാഷാപഠനത്തിലും ആശയവിനിമയത്തിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുമുള്ള മനുഷ്യൻ്റെ വളർച്ച ഇതിന് ഉദാഹരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതകളായ ഓംനിസെൻസ് അഥവാ എല്ലാം അറിയാനുള്ള കഴിവ്, ഓംനി പൊട്ടൻസ് അഥവാ എല്ലാം സാധ്യമാക്കാനുള്ള കഴിവ്, ഓംനി പ്രസൻസ് എല്ലായിടത്തും ആയിരിക്കാനുള്ള കഴിവ്, ഇവയൊന്നും തന്നെ മനുഷ്യനിൽ കാണപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങളായ ഹോളിനെസ് അഥവാ പരിശുദ്ധി, റൈച്ചസ്നെസ് അഥവാ ധാർമ്മികത തുടങ്ങിയ ഗുണങ്ങൾ ആർജിത ഗുണങ്ങളാണ്. പാപമാണ് മനുഷ്യനിലെ ദൈവിക തേജസ്സും ഗുണങ്ങളും അനുഗ്രഹങ്ങളും നഷ്ടമാക്കാനുള്ള പ്രധാന കാരണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാപം മനുഷ്യനിലെ ദൈവിക സ്വരൂപത്തെ വികൃതമാക്കി. ഇപ്രകാരം വികൃതമാക്കപ്പെട്ട മനുഷ്യനിലെ ദൈവിക സ്വരൂപത്തെ പുനഃസ്ഥാപിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. പാപത്തു നിന്നുള്ള വിമോചനവും ദൈവത്തോടുള്ള നിരപ്പുമാണ് ഇതിനുള്ള മാർഗം. ഇതിനായി ദൈവം അനേക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മോശെ മുഖാന്തരം നൽകപ്പെട്ട ന്യായപ്രമാണവും വിവിധ പ്രവാചകന്മാരെ ദൈവിക സന്ദേശങ്ങളും മുന്നറിയിപ്പുകളുമായി അയക്കുന്നതും ഒടുവിലായി തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ അനുവദിക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. വിവേചനം അഥവാ വേർതിരിവുകൾ മനുഷ്യ സമൂഹത്തിൽ ധാരാളമായുണ്ട്. ലിംഗ അസമത്വങ്ങൾ, ജാതി മത വർണ്ണ ഭാഷ വിവേചനങ്ങൾ, പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ, ഇവയെല്ലാം മനുഷ്യനിലെ ദൈവസ്വരൂപം എന്ന ദൈവിക ആശയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുമുള്ള വിവേചനങ്ങളിൽ നിന്നും ദൈവജനം വിട്ടു നിൽക്കേണ്ടതാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം റിസ്റ്റോറിംഗ് ദി ഇമേജ് ഓഫ് ഗോഡ് ഇൻ ഡിസ്റ്റോർട്ടഡ് കമ്മ്യൂണിറ്റീസ് അഥവാ വികലമാക്കപ്പെട്ട സമൂഹങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരൂപം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ദൈവം എല്ലാ മനുഷ്യരെയും തുല്യസ്ഥാനം നൽകിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരുള്ള വിവേചനവും ചൂഷണവും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെതിരെ നിലകൊള്ളേണ്ടത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ കടമയാണ്. നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, വേർതിരിവുകൾ മനുഷ്യനിലെ ദൈവസ്വരൂപത്തെ വികലമാക്കുന്നു. വേർതിരിവുകൾ മനുഷ്യനിലെ ദൈവസ്വഭാവത്തെ വികലമാക്കുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് വ്യവഹരിക്കുന്നതായി നാം കാണുന്നു. ഇവിടെ കുന്നുകളെയും പർവ്വതങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ദൈവം ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. ദൈവം മനുഷ്യനെയും ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചത്
വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതും അവരെ വഴി നടത്തിയതും ലോകത്തിന് പ്രകാശമായി തീരുവാനും ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും നൽകിയത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവം നൽകിയ കൽപ്പനകളെയും ഉപദേശങ്ങളെയും വളച്ചൊടിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിച്ചത് ദൈവകോപത്തിന് കാരണമായി തീർന്നു. അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം മാനസാന്തരവും നിരപ്പിൻ്റെ അനുഭവമാണ്. അത് സാധ്യമാകുന്നില്ല എങ്കിൽ യാഗങ്ങളും അനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണ് എന്ന മീഖാപ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് ഹിതകരമായ പ്രവൃത്തികൾ ചെയ്യുകയും ദൈവവഴിയിൽ നടക്കുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവപ്രസാദമുള്ളവരാകുന്നത്. ഇപ്രകാരം പാപം മൂലം വികലമാക്കപ്പെട്ട മനുഷ്യനിലെ ദൈവസ്വരൂപത്തെ പുനഃസ്ഥാപിക്കുന്നതാകണം നമ്മുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം. രണ്ടാമത്തെ ചിന്ത, വിശ്വാസമാണ് നീതീകരണത്തിനുള്ള മുഖാന്തരം. വിശ്വാസമാണ് നീതീകരണത്തിനുള്ള മുഖാന്തരം. ഗലാത്യർ 3-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളായി തീർന്നവർ ന്യായപ്രമാണവും ആചരിക്കണമെന്ന് നിഷ്കർഷിക്കുകയും അങ്ങനെ ചെയ്യാൻ ഗലാത്യ സഭയിലെ വിശ്വാസികളെ ചിലർ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പൗലോസ് അതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചതും വാഗ്ദത്തങ്ങൾ നൽകിയതും ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ന്യായപ്രമാണം മോശെ മുഖാന്തരമാണ് നൽകപ്പെട്ടത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വാഗ്ദത്തങ്ങളും ഇസ്രായേൽ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ പര്യാപ്തമാകാത്തത് കൊണ്ടാണ് അവർക്ക് ന്യായപ്രമാണം നൽകിയത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി ന്യായപ്രമാണം നിവൃത്തിയാകുകയും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ ന്യായപ്രമാണത്തിന് കീഴല്ല, മറിച്ച് ദൈവിക വാഗ്ദത്തം ലഭിച്ച യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികൾ സ്നാനമേറ്റിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സമൂഹത്തിൽ യാതൊരുവിധ വേർതിരിവുകളും പാടുള്ളതല്ല. കാരണം ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവകാശികളുമാണ്. വിവേചനങ്ങൾക്കും വേർതിരിവുകൾക്കും അതീതമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. മൂന്നാമതായി, വിവേചനങ്ങൾക്ക് അതീതമായി ധൈര്യത്തോടെ നിലകൊള്ളുക. വിവേചനങ്ങൾക്ക് അതീതമായി ധൈര്യത്തോടുകൂടെ നിലകൊള്ളുക. ലൂക്കോസ് 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു നാസറത്ത് പ്രഖ്യാപനത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ യോഹന്നാൻ സ്നാപകനാനുള്ള സ്നാനവും 40 ദിവസത്തെ ഉപവാസവും പരീക്ഷകളും യഹൂദ്യ പ്രദേശങ്ങളിലാണ് സംഭവിച്ചത്. അതിനുശേഷം യേശു ഗലീലയിൽ തിരിച്ചെത്തുകയും ദൈവാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശു ഗലീലയിലെ സിനഗോഗുകളിൽ കടന്നു ചെന്ന് ദൈവവചനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ഉപദേശങ്ങൾ ജനങ്ങളെ ആകർഷിക്കുകയും അങ്ങനെ യേശുവിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ശ്രുതികൾ നാടെങ്ങും പരക്കുകയും അങ്ങനെ അവർ യേശുവിനെ ഒരു ഗുരുവായും ഉപദേഷ്ടാവായും അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ശബത്ത് ദിനത്തിൽ യേശു നസറത്തിലെ സിനഗോഗിൽ ആരാധനയ്ക്കായി കടന്നു ചെല്ലുന്നു. സാധാരണയായി ഇത്തരം വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ അവരെ കൊണ്ട് ദൈവവചനം വായിപ്പിക്കുകയും ദൈവവചനം സംസാരിക്കുവാൻ അവസരം നൽകുകയും ചെയ്യുന്നത് സിനഗോഗുകളിലെ ഒരു പതിവായിരുന്നു. യേശുവിന് അന്ന് വായിക്കുവാൻ ലഭിച്ചത് യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ ആയിരുന്നു. ഇത് മശിഹായെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്ന് യഹൂദ ജനം വിശ്വസിച്ചിരുന്നു. മശിഹായുടെ ദൗത്യമാണ് ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാനും ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയ ഭാഗങ്ങൾ യേശു വായിക്കുകയും അതിനെ തുടർന്ന് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതായിരുന്നു യേശുവിൻ്റെ നസ്രത്ത് പ്രഖ്യാപനം.
താൻ തന്നെയാണ് ഈ വേദഭാഗത്തിൽ പരാമർശിക്കപ്പെടുന്ന മശിഹ എന്നായിരുന്നു യേശുവിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ജാതികളെയും ദൈവം തൻ്റെ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് സാരെഫാത്തിലെ വിധവയെയും സുറിയക്കാരനായ നയമാനെയും ഉദാഹരിച്ചുകൊണ്ട് യേശു പ്രസ്താവിക്കുന്നത് യഹൂദന്മാരായ വിശ്വാസികളെ രോഷാകുലരാക്കുന്നു. തങ്ങൾ മറ്റവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് യഹൂദന്മാർ ചിന്തിച്ചിരുന്നു. ഈ പ്രവണതയാണ് യേശു ചോദ്യം ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ വിവേചനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് യേശു ഇവിടെ ചെയ്യുന്നത്. യേശുവിന് ധാരാളം എതിർപ്പുകൾ ഉണ്ടാകാൻ ഇത് കാരണമായി തീർന്നു. ഇപ്രകാരം പ്രതികൂലങ്ങളുടെ മധ്യത്തിലും യേശുവിനെ പോലെ ധൈര്യത്തോടെ വിവേചനങ്ങളെയും വേർതിരിവുകളെയും എതിർക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. വിവേചനങ്ങളും വേർതിരിവുകളും മനുഷ്യനിലെ ദൈവസ്വരൂപത്തെ വികലമാക്കുന്നു. പാപത്തു നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, വിശ്വാസത്താലാണ് ഓരോ വ്യക്തിയും നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രവൃത്തികളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ മാനദണ്ഡത്തിൽ ആരെയും മാറ്റി നിർത്തുവാനുള്ള അനുവാദം നമുക്കില്ല. വിവേചനങ്ങൾക്കും വേർതിരിവുകൾക്കും അതീതമായി ധൈര്യത്തോടെ നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനും കഴിയുമ്പോഴാണ് നാം ദൈവപ്രസാദമുള്ളവരായും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായും തീരുന്നത്. ഇപ്രകാരം വിവേചനങ്ങൾക്ക് അതീതമായുള്ള ഒരു മനുഷ്യ സമൂഹത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.